നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഞ്ചേശ്വരം മണ്ഡലം UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. നയബസാർ ഫെറോ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. മഞ്ചേശ്വരം സൗഹൃദത്തിന്റെ മണ്ണാണ്. ഇവിടെ AK അഷ്റഫിനെ പോലുള്ള ജനകീയനായ ഒരു നേതാവിന്റെ വിജയം കേവലം ഒരു പാർട്ടിയുടെ വിജയമല്ല, മറിച്ച് മണ്ഡലത്തിന്റെ വികസനത്തിന്റെ വിജയമാണെന്നും കർണാടക കേരള അതിർത്തിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന അഷ്റഫിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു. ಈ ಬಾರಿ ಚುನಾವಣೆಯಲ್ಲಿ ದೊಡ್ಡ ಬಹುಮತದಲ್ಲಿ ಗೆಲ್ಲಿಸತಕ್ಕಂಥದ್ದಕ್ಕೆ ಈ ಚುನಾವಣೆಯಲ್ಲಿ ನಾವೆಲ್ಲರೂ ತಯಾರಾಗತಕ್ಕಂಥದ್ದಕ್ಕೆ ಈ ಒಂದು ಸಭೆಯನ್ನು ಕರೆದಿದ್ದೇವೆ. ಅವರು ನನಗೆ ಬಹಳ ಒಳ್ಳೆಯ ಪರಿಚಯ ಮತ್ತು ಬಹಳಷ್ಟು ಸಂದರ್ಭಗಳಲ್ಲಿ ಅವರನ್ನು ಭೇಟಿಯಾಗಿದ್ದೇನೆ ಮತ್ತು ಶಾಸಕರಾಗಿ ಅವರು ಇಲ್ಲಿ ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಜನಪರವಾಗಿರ್ತಕ್ಕಂಥ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಹಗಲು ರಾತ್ರಿ ಕೆಲಸ ಮಾಡತಕ್ಕಂಥ ಒಬ್ಬ MLA ಅಂತ ಹೇಳಿದ್ರೆ ಅದು ನಮ್ಮ ಅಶ್ರಫ್ ಅಂತ ಹೇಳೋದಕ್ಕೆ ನನಗೆ ಬಹಳ ಸಂತೋಷ ಆಗ್ತದೆ. ಜನರ ಹತ್ತಿರದಲ್ಲಿ ಯಾವಾಗಲೂ ಕೂಡ ಇರುವಂಥದ್ದು ಮತ್ತು ಜನರಿಗೋಸ್ಕರ ಕೆಲಸ ಮಾಡಿಕೊಂಡು ಏನೇನು ಸಾಧ್ಯ ಆಗುತ್ತೆ. ಯಾಕಂದರೆ ವಿರೋಧ ಪಕ್ಷದಲ್ಲಿದ್ದಾಗ ಸ್ವಲ್ಪ ಮಟ್ಟಿಗೆ ಕೆಲಸಗಳು ಮಾಡೋದಕ್ಕೆ ಅಷ್ಟು ಸುಲಭ ಇರೋದಿಲ್ಲ. ಆದರೂ ಕೂಡ ಅವರು ಎಲ್ಲ ರೀತಿಯ ಒಂದು ಶ್ರಮವನ್ನು ವಹಿಸಿ ಇವತ್ತು ಅವರು ಕೆಲಸ ಮಾಡಿದ್ದಾರೆ ಮತ್ತು ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಅವರಿಗೆ ಜನಪ್ರಿಯತೆ ಕೂಡ ಇದೆ ಮತ್ತು ನನಗೆ ವಿಶ್ವಾಸ ಇದೆ 100% ಅವರು ಮತ್ತೊಮ್ಮೆ ಆಯ್ಕೆ ಆಗಿ ಮುಂದಿನ ಒಂದು ಸರ್ಕಾರದಲ್ಲಿ ಅವರಿಗೆ ಒಳ್ಳೆಯ ಜವಾಬ್ದಾರಿ ಕೂಡ ಸಿಗುತ್ತೆ ಅಂತ ಕೂಡ ನನಗೆ ವಿಶ್ವಾಸ ಇದೆ. മഞ്ചേശ്വരത്ത് UDF തരംഗം പ്രകടമാണെന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അതിർത്തിയിലെ കന്നഡ മലയാളി വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അഷ്റഫിന്റെ പങ്ക് വലുതാണെന്ന് കർണാടക മുൻ മന്ത്രി രാമനാഥ് റൈ അഭിപ്രായപ്പെട്ടു. തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് സ്ഥാനാർത്ഥി AKM അഷ്റഫ് നന്ദി അറിയിച്ചു. വരും വർഷങ്ങളിൽ മഞ്ചേശ്വരത്തെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അനന്തേശ്വര ക്ഷേത്രത്തിന്റെ ഷഷ്ടിയുണ്ട്, നമുക്ക് പോകണം, കളിപ്പാട്ടങ്ങൾ വാങ്ങണമെന്ന് പറയുന്ന സംസ്കാരത്തിന്റെ കൈമാറ്റം നടക്കുന്ന ഭൂമിക ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കുന്ന ശക്തികൾക്ക് അംഗീകാരം നൽകില്ല എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. ഞാൻ ഇവിടെയും പറയുന്നു, ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയും, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് നൽകും. അവർ പറയുന്നത് 22 കിലോമീറ്ററിൽ അന്യായമായി ടോൾ സ്ഥാപിക്കാൻ ശ്രമിച്ച സുരേന്ദ്രന് ഒരു മികച്ച അടി കൊടുക്കാൻ കിട്ടിയ അവസരമാണ് ഏപ്രിൽ 9-ാം തീയതി. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ പ്രസംഗം. നിങ്ങൾക്കറിയാം, ചിരൂർ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജൻ അർജുൻ ഒരു ലോറി അപകടത്തിൽ ഗംഗാവലിപ്പുഴയിൽ മിസ്സിംഗ് ആയി. ഞാൻ എൻ്റെ മണ്ഡലത്തിലെ ഓട്ടത്തിലായിരുന്നു. എൻ്റെ മണ്ഡലത്തിലെ ഓട്ടത്തിൻ്റെ സാധിക്ക വിഷയാർത്ഥങ്ങൾ വിളിച്ചു ചോദിച്ചു. പാണക്കാട് കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. മനുഷ്യത്വത്തിന്റെയും മതേതരത്വത്തിന്റെയും ലോക മാതൃകയാണ് ആ കുടുംബം. DCC പ്രസിഡന്റ് PK ഫൈസൽ, മഞ്ജുനാഥ് ആൽവ, അസീസ് മരിക്കെ, സുബയ്യ റൈ, AK ആരിഫ് തുടങ്ങിയ UDFിലെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകർ ഒത്തുചേർന്ന സമ്മേളനം മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ ആവേശം പകർന്നു. വിപുലമായ തയ്യാറെടുപ്പുകളോടെ UDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായിരിക്കുകയാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.